ദിവ്യദർശനം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആക്ഷൻ പ്ലാൻ കർമ്മ പദ്ധതിയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് എന്ന കർമ്മ പദ്ധതിയെക്കുറിച്ചും കൂടാതെ വിഷ്വലൈസേഷനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ വണ്ടർഫുൾ ആയിരിക്കുന്ന യാത്രയിൽ വളരെ മനോഹരമായ ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ, ഒരാൾക്ക് എന്ത് ലോ ഓഫ് അട്രാക്ഷൻ നടക്കണമെങ്കിലും അയാളുടെ ജീവിതത്തെ അയാൾ അതിനെക്കുറിച്ചുള്ള കർമ്മ പദ്ധതി, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൽ ആ കർമ്മ പദ്ധതിയിൽ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. അതായത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു, ഗുഡ് മോർണിംഗ് പറഞ്ഞു, ആ സമയത്തൊക്കെ ചെയ്യേണ്ടത് രാവിലെയും രാത്രിയും ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഒരു ദിവസം മുഴുവൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അതെന്തൊക്കെയാണ് സിസ്റ്റർ? ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഡെയിലി റൂട്ടീൻസിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക, പ്രഭാതത്തിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചാർജ് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നോർമൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബിസി ഷെഡ്യൂൾസിലാണ് അധികം ആളുകളും പോകുന്നവർ. ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ ബിസി ഷെഡ്യൂളിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഏതെങ്കിലും കർമ്മത്തിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകി കഴിയുമ്പോൾ ബാക്കി എല്ലാതും അങ്ങ് മറന്നു പോകുന്ന പ്രശ്നമുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ അലാം, നമുക്കറിയാലോ, അലാം വെക്കാം, മൊബൈലിൽ അലാം വെക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിൽ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളുടെ സപ്പോർട്ട് എടുത്തിട്ടാണെങ്കിൽ പോലും 1 മണിക്കൂർ ഒരു പ്രാവശ്യം ഈ വിഷ്വലൈസേഷൻ നമ്മൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഒരുപാട് സമയം എടുത്തിട്ടുള്ളത് വേണ്ട, 1 മിനിറ്റ് or 2 മിനിറ്റ്. അങ്ങനെ നമ്മൾ വിഷ്വലൈസേഷൻ കാണുന്ന സമയത്ത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കാം. ഈ ബിസിനസ്മാൻ എന്നതായിട്ടുള്ള ഇൻ ജനറൽ ടേം, എനിക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ തന്നെ പറയുകയാണ്. എനിക്കൊരു ബിസിനസ്മാൻ ആവണമെന്ന് മാത്രം വിചാരിക്കരുത്. എന്ത് ബിസിനസ് ഞാൻ ചെയ്യണം, അതിൽ ആ ബിസിനസ്സിൽ കൂടിയിട്ട് ഇപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ തന്നെ അതിലും ഏത് ടൈപ്പിലാണ് ഞാൻ, ലേഡീസിലാണോ അല്ലെങ്കിൽ ജെൻസിലാണോ അല്ലെങ്കിൽ എല്ലാം ഉള്ള ഷോറൂമാണോ, അങ്ങനെ എന്തായിരിക്കണം എൻ്റെ ബിസിനസ് എന്നും ആ ബിസിനസ്സിൽ എൻ്റെ റോൾ എന്തായിരിക്കണമെന്നും ഇത്രയും ക്ലാരിഫിക്കേഷൻ നമുക്ക് വിഷ്വലൈസേഷന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ലക്ഷ്യത്തിലെത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എത്രയോ ബിസിനസ്സുകളാണ്. എനിക്കൊരു ബിസിനസ്മാൻ ആവണം എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള വാക്കാണ്. ഈ വിശാലമായ ലോകത്ത് ബിസിനസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, അത് എത്രയോ അൺലിമിറ്റഡ് ആണ്. അപ്പം നമുക്ക് അത് അട്രാക്ഷൻ വരുന്ന സമയത്ത് ഏത് എന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ അത് നോക്കും കുറച്ച്, ഇത് നോക്കും കുറച്ച്, എവിടെ എത്താത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. അതായത് എനിക്ക് ഉയരണം, എനിക്ക് ഒരു ബിസിനസ്സുകാരനാവണം എന്നത് മാത്രം ചിന്തിച്ചാൽ പോരാ. മീൻസ് ആ ലക്ഷ്യം മാത്രം കണ്ടാൽ പോരാ, എന്ത് ആളാവണം എന്ന് പോലും ഞാൻ കണ്ടാൽ മാത്രമാണ് ഇതിന് എഫക്റ്റ് കൂടുക. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. കാരണം എനിക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഫീൽഡാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. വെറൈറ്റി ആയിരുന്ന ടെക്സ്റ്റൈൽസ് എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് എനിക്ക് മാർക്കറ്റിൽ ഏറ്റവും ലോ കോസ്റ്റിൽ കിട്ടാൻ സാധ്യത, അതിന് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ വേണം, ഇങ്ങനെ ഏതൊരു ഫീൽഡ് നോക്കിയാലും അവിടെ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടർ ആവണം എന്ന് ചിന്തിച്ചാൽ പോരാ. ഒരു ഡോക്ടർ ആവുകയാണെങ്കിൽ അത് ഞാൻ കാർഡിയാക് ആണോ ആവേണ്ടത് അല്ലെങ്കിൽ ഓർത്തോ ആണോ ആവേണ്ടത്, ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യണം നമ്മൾ. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു വാക്ക് കിട്ടാനുണ്ടാവും. അപ്പം ഞാൻ ഉദാഹരണം പറയാം, കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് മർച്ചൻറ്റ്. അപ്പം നമുക്കൊരു വാക്ക് വന്നു അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഈ 60 സെക്കൻഡ് നമ്മൾ 1 മിനിറ്റ് ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ, സപ്പോസ് എനിക്ക് അത് മുഴുവൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ വാക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിച്ചാൽ പോലും നിങ്ങളുടെ മെമ്മറിയിൽ അത് പൂർണ്ണമായിട്ട് എനർജറ്റിക് ആയിട്ട് വരും. ഇങ്ങനെ 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം നിർബന്ധമായിട്ട് നമ്മുടെ ഡ്രീമിനെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചിട്ടുണ്ട്. ഭാഗമാണത്. എനിക്ക് ആ സ്വപ്നത്തിൽ എത്തണം എന്ന നിശ്ചയത്തോടെ നടക്കുമ്പോൾ പലരും പറയും അങ്ങനെയാകുമ്പോൾ അത് റിസ്ക് ഉണ്ട്, ഇത് റിസ്ക് ഉണ്ടെന്നൊക്കെ. എനിക്ക് ഒറ്റ വാക്കേ അവരോട് പറയാനുള്ളൂ, നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ഹെൽത്ത് വേണമെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കണം, വേറെ ആൾ കഴിച്ചാൽ പറ്റില്ല. ദാഹിക്കുന്നെങ്കിൽ വെള്ളം ഞാൻ കുടിക്കണം, വേറെ ആൾ കുടിച്ചാൽ പറ്റില്ല. ലക്ഷ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണം, അത് വേറെ ആളും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. അതെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാൻ കാരണം, വെറും ഡ്രീം എന്നത് ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നടക്കില്ല. തെറ്റായ ഇൻഫർമേഷനാണ്. ആഗ്രഹം പ്ലസ് ഹാർഡ് വർക്ക്, ഇത് രണ്ടും കൂടിയാൽ മാത്രമാണ്
മാത്രമാണ് നമ്മുടെ ഡ്രീം നമുക്ക്. ഇതൊക്കെ ഒരു ഹാർഡ് വർക്കിന്റെ ഭാഗം തന്നെ. ഓരോ മണിക്കൂറിലും ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അറ്റൻഷൻ എന്ന ഒരു കാവൽക്കാരനില്ലാതെ നടക്കുകയില്ല. നിങ്ങളൊരു 3 മണിക്കൂർ അലസായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ തമാശയിലോ ജോലി അടിച്ച് പോയി ഒരു 3 മണിക്കൂർ ഞാൻ ഫ്രീ ആയി വിട്ടു, ഞാൻ 3 മണിക്കൂർ ഓർക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധ വേണം. ഞാൻ പാട്ടുകൾ എൻ്റെ കൂട്ടുകാർക്കൊപ്പം രസിക്കുകയായിരിക്കാം, കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ട്രിപ്പ് പോയിരിക്കുകയായിരിക്കാം. എന്നാലും എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഡ്രീമിലേക്ക് പോകാനുള്ള സ്മൃതി അത് ഞാൻ കൊണ്ടുവന്നിരിക്കണം. ഓൾവേസ് അലേർട്ടായിരിക്കും. അത് നമ്മുടെ ആക്ഷൻ പ്ലാൻ്റെ ഭാഗമാണെങ്കിൽ എത്ര നിങ്ങളിതിൽ അലേർട്ട്നെസ് കാണിക്കുന്നുണ്ടോ അത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലേക്ക് അട്രാക്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് വാക്കുകൾ, അതായത് നമ്മൾ പറയുമ്പോൾ, ഞാൻ ആരുടെയെങ്കിലും പറയുമ്പോൾ ചിലർക്ക് പറയുമ്പോൾ ചമ്മലായിരിക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയാതിരിക്കാനാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചെറിയതായിട്ട് പാടുന്ന ഒരാളാണ്. വലിയൊരു ഗായകനാവണമെന്ന് എൻ്റെ സ്വപ്നം. ഞാൻ നാളെ വലിയൊരു ഗായകനാവുമെന്ന് പറയുമ്പോൾ 4 ആൾ എന്നെ കളിയാക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ കളിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പാട്ടുകാരൻ, എന്നെ കൊണ്ടൊന്നും പാടാൻ പറ്റില്ലേ എന്ന വാക്ക് വരുന്നാവുമെന്ന് വരാൻ പാടില്ല. എനിക്ക് പക്ഷേ എന്നെ കൊണ്ടാവില്ല പറയരുത്. ആവോന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയരുത്. ഇതെല്ലാം നമ്മുടെ എനർജി ഡിപ്ലീറ്റ് ചെയ്യുന്ന വാക്കുകളാണ്. അതുകൊണ്ട് എന്താണോ എനിക്ക് വേണ്ടത് അത് ഞാൻ ആണെന്ന് തന്നെ. ഇനി സപ്പോസ് നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ, ആ കാര്യം പറയേ വേണ്ട. അതിനെക്കുറിച്ച് പക്ഷെ നെഗറ്റീവായിട്ട് നമ്മുടെ വായിൽ നിന്ന് തന്നെ കമൻറ്റ് ഒരിക്കലും വരരുത്. കാരണം അത് ഭയങ്കര ഹൈലി, കാരണം ഒരു കാര്യത്തിന് ഞാൻ അത്രയും അധികം എൻ്റെ ഡ്രീം കണ്ട് അതിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ അതിന് റിലേറ്റഡ് ആയിരിക്കുന്ന ഏതൊരു വാക്കും അത്രയും ഊർജ്ജത്തെ ആവാഹിക്കും. അപ്പം ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചമ്മലോണ്ടായിരിക്കും പറയുന്നത്, നല്ല പാട്ട്, നീ നല്ല പാട്ടുകാരനാവും എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും അങ്ങനെയല്ല, അത്രയ്ക്കൊന്നും അല്ല എന്നൊക്കെ പലരും പറയും. പറയാന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്രീമിനെ കൊല്ലുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഏത് ഡ്രീമാണോ നമ്മൾ സ്വപ്നം കാണുന്നത് ആ ഡ്രീമിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു വാക്ക് നമ്മുടെ അടുത്ത് നിന്ന് വരരുത്. ഈവൻ ഒരു ബിസിനസ് പണ്ട് കാരണവന്മാരൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയില്ലായിരുന്നു, നിങ്ങൾ അങ്ങനത്തെ വാക്കൊന്നും പറയരുത് മോനെ എന്നൊക്കെ പറയായിരുന്നു പണ്ട് കാരണം. പക്ഷെ അവർ ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടൊന്നും അല്ല. പക്ഷേ ഇത് സംഭവിക്കും, വാക്കിന് ശക്തി ഉണ്ട് എന്നുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ പറഞ്ഞാൽ എന്താ ഒരു വാക്കല്ലേ, ഇപ്പൊ അത് പറഞ്ഞ ഞാനിപ്പോൾ പലപ്പോഴും തമാശ കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൊല്ലുന്ന കാര്യം, തമാശയാക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരുടെ വായൊന്നും കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നവർ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഞാൻ ആ കാര്യം പറയുമ്പോൾ ഒക്കെ ശാസിക്കുകയും ചെയ്യും, അങ്ങനെ പറയരുത്, തെറ്റാണ്. കാരണം ആ വാക്കെന്ന് പറയുന്നത് ഊർജ്ജത്തെ ആവാഹിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മുടെ ഡ്രീമിനെ കുറിച്ചൊന്നും മാത്രമല്ല, ഈ നാവുമിൽ നിന്ന് നമ്മൾ പറയാറില്ലേ നാവുമ്പോൾ ഗുളിക വന്നിരിക്കുക എന്നൊക്കെ. ഈ ഗുളിക വന്നിരിക്കുക വെച്ചാൽ നാമം എല്ലാവരും കയറിയിരിക്കുക എന്നാണോ? അല്ല. ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ നെഗറ്റീവ് എനർജി ആക്റ്റീവ് ആയിരിക്കുന്ന നേരമാണ് എങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക് നെഗറ്റീവ്, ഈ ലോകത്തിൻ്റെ എനർജി ആണെങ്കിൽ അധികം നെഗറ്റീവ് ആണല്ലോ, അത് പെട്ടെന്ന് പ്രാക്ടിക്കൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് കഴിവതും നമ്മുടെ വായിൽ നിന്ന് വന്നൊരു നെഗറ്റീവ് വാക്കുകൊണ്ട് വേറെ ആളുടെ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നിട്ട് അതിൻ്റെ കണക്ക് തിരിച്ചടിക്കാതിരിക്കാൻ നെഗറ്റീവായിട്ടുള്ള പറയാതിരിക്കുക. അത് തമാശയ്ക്കാണെങ്കിലും ജോളിയാക്കാനാണെങ്കിലും എന്ത് പേരിലാണെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അവനവൻ എപ്പോഴും സേഫ് ആക്കി വെക്കാമല്ലോ. ചില ആൾക്കാരുണ്ട് പറയുന്ന അതേപടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ പറയുന്ന നെഗറ്റീവ്സിന്റെ ശക്തി കൂടുതലായിരിക്കും അല്ലേ, മനസ്സിൽ നിന്ന് വരുന്ന തോട്ട്സിന്റെ. അവരുടെ നെഗറ്റീവ് വിഷ്വലൈസേഷൻ അറിയാതെ നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ ചിലർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് പലരുണ്ടോ എന്ന് പറയാറുള്ള കംപ്ലൈൻ്റ് ആണിത്. വണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കാണുന്നത് മുഴുവൻ വണ്ടി എടുത്താൽ അപ്പോൾ ആക്സിഡന്റ് ആവുന്നതിനെ കുറിച്ച് അവർക്ക് കാണുള്ളൂ, നന്നായി ഓടിച്ചതിനെ കുറിച്ച് കാണാനേ പറ്റുന്നില്ല. അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് ഫയൽസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ആ നെഗറ്റീവ് ആയിരിക്കുന്ന എനർജി അവിടെ സേവ് ആയിരിക്കുന്നിടത്തോളം ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും ആദ്യം ഞാൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവായിരിക്കുന്ന ഫയല് ചിത്രം മാത്രമേ ഓപ്പൺ ആവൂ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കണം. അവരുള്ള നെഗറ്റീവ് ഫയൽ കൂടുതലാണ്, നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റ് അവരുടെ പേഴ്സണാലിറ്റിയിൽ കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്തരമായിട്ടുള്ള ഓർമ്മയില്ല എന്ന് വിചാരിക്കുക അവർക്ക്. സപ്പോസ് ഈ ജന്മത്തിലെ കാര്യമാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NLP മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓർമ്മയില്ലെങ്കിലോ, മുജ്ജമത്തിലെ കാര്യമാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. എനിക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ഭയത്തിൻ്റെ ചിന്തയാണെങ്കിൽ വരുന്നതെങ്കിൽ, ഭയം റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരുന്നതെങ്കിൽ ഞാൻ നിർഭയനാണ്, അല്ലെങ്കിൽ ഞാൻ ധൈര്യശാലിയാണ്. നിർഭയനേക്കാൾ കൂടുതൽ നല്ല വാക്ക് ഞാൻ ധൈര്യശാലിയാണ്. 100% പോസിറ്റീവായിട്ടുള്ള വാക്ക്.
ഞാൻ ധൈര്യശാലിയാണ്, അല്ലെങ്കിൽ എനിക്ക് കടമാണ് കൂടുതലെങ്കിൽ ഞാൻ സമ്പന്നനാണ്. ഈ രീതിയിൽ എന്താണോ നമ്മളുള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള വിഷ്വലൈസേഷൻ, ഏത് കാര്യം ചെയ്യുമ്പോഴാണോ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഇമേജസ് വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 100% പോസിറ്റീവായിട്ടുള്ള വാക്ക് എന്തോ ആ വാക്കിന് നിരന്തരമായിട്ട് അഫർമേഷൻ ചെയ്യാൻ, ചേർത്ത് ആവർത്തിച്ച് പറയുക. എന്നോട് തന്നെ പറയാം, പുറത്ത് കേൾക്കാനല്ല, എൻ്റെ ഉള്ളിൽ തന്നെ പറയുക. കഴിയുമെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് വിത്ത് വിഷ്വലൈസേഷൻ എനർജറ്റിക് ആയിട്ട് ആ വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ നിങ്ങളുടെ മുജ്ജന്മകൃതമായിട്ട് അറിയാതെ കിടക്കുന്നതായിരിക്കുന്ന ഏത് ഫയലാണെങ്കിലും അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാക്കുകൾ. പിന്നെ പക്ഷേ എനിക്ക് ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എസ്പെഷ്യലി എനിക്കിത്ര പൈസ വേണം എന്ന് പറയരുത്. ഇതിന് വാക്കുകൾക്ക് വളരെ പ്രധാനമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് ഏതൊരു കാര്യം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലായിട്ടുള്ള എനർജി ലെവൽ എന്താണെന്ന് നോക്കിയേ. എനിക്ക് ഇത്ര രൂപ വേണം എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് ഓട്ടോമാറ്റിക്കലി ധ്വനി അവിടെ വരുന്നത്. ധ്വനി വരുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ്. എന്നുവെച്ചാൽ അപ്പോൾ എനർജി എന്തായി മാറി? നെഗറ്റീവായി. ഇത് ഈ എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ സട്ടിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് എപ്പോഴും അവെയർ ആയിട്ടുള്ള ആളുകൾക്ക്, ബോധവാന്മാരായിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൈ പോസിറ്റീവിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ 100% പോസിറ്റീവ് വേണോ, നമ്മളതിനെക്കുറിച്ച് ബോധവാനായേ പറ്റൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് വേണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനതാണ് എന്ന് ചിന്തിക്കൂ. അതാണ് മീൻസ് അതിൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ്. ആ പോസിറ്റീവ് എനർജി നമ്മുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം വാക്കും കർമ്മവും. ഇനി ചില ആളുകൾ മനസ്സിൽ നമുക്ക് അതൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആക്ഷൻസിലൂടെ അവരുടെ കൂട്ടത്തിൽ ചേരുന്നു. മറ്റുള്ളവരെ എന്താ വിചാരിക്കുക, അവരെന്താ പറയുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആക്ഷൻസിലേക്കും പോകാറുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ ഉണ്ടെന്ന് പറയാനാണ് സിസ്റ്റർ പറയുന്നത്. അതെ. അപ്പം അങ്ങനെ നമുക്ക് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അത് സ്വീകരിക്കുമോ? അതായത് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കുമോ? നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് പൈസയൊന്നുമില്ല, അപ്പോൾ നമ്മൾ സമ്പന്നനാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുത്തിപ്പം എനിക്കിപ്പോൾ ഒരു 10 കോടിയുടെ അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ 10 ലക്ഷം എനിക്ക് വേണം. അപ്പം ഞാൻ വേണം എന്നാണ് സാധാരണഗതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുക. അല്ല സാധാരണഗതി നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ അതിന് പകരം പ്രാർത്ഥിക്കുകയാണ്, സിസ്റ്റർ ഭഗവാൻ എനിക്ക് തരണേന്ന് പറയും. അപ്പം അവിടെ സിസ്റ്റർ പറയുന്നത് 10 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, 0 ആയിരിക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ കയ്യിൽ 10 ലക്ഷം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഐ ഹാവ്. പക്ഷെ അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക, നമ്മളെ മനസ്സത് സ്വീകരിച്ചാൽ മാത്രമല്ല അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. മനസ്സ് സ്വീകരിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാം? യുക്തി. മനസ്സിനോട് ചോദിക്കുക, നിനക്ക് വേണോ വേണ്ടേ, പൈസ വേണോ വേണ്ടേ? നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സ് ഉത്തരം പറയുമല്ലോ, ബുദ്ധി ഉത്തരം പറയുമല്ലോ, യെസ് എനിക്കത് കിട്ടിയേ പറ്റൂ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലേ കിട്ടൂ. മനസ്സിലാക്കിക്കണം, നമ്മളെ മനസ്സിലാക്കിക്കുക. നമ്മൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഉപദേശം കൊടുക്കാന്ന് വിചാരിക്കും. പ്രവീൺ ഭായി 10 ലക്ഷം വേണം എന്ന് ഉള്ള ആവശ്യമുള്ള ഒരാളുടെ അടുത്ത് നിങ്ങളിതാ 10 ലക്ഷം വേണമെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ തോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരാൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ അയാളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി എന്തൊക്കെ വിധി ഉപയോഗിക്കും? ഒരു വിധി ഉണ്ടായിരിക്കുമല്ലോ, നോക്കുക ഇങ്ങനെ പറഞ്ഞാലേ ഇങ്ങനെ കിട്ടുള്ളൂ, ഇങ്ങനെ ചെയ്താലേ അതാവുള്ളൂ, ഈ എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ഒക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ നമ്മൾ. ഇതേപോലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഈ ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മളോട് പറയുക, മനസ്സേ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് നിനക്ക് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെത്താൻ വേണ്ടിക്കൊണ്ട് ഇത് ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് നീ ഇത് പറഞ്ഞു, നിനക്ക് വന്നോളും. ദാറ്റ്സ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മനസ്സതിനെ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ അതിനെ ഫീൽ ചെയ്യണം അല്ലേ? അതായത് നമ്മുടെ അടുത്ത് ഉള്ള ഒരാളായി നമ്മൾ ഫീൽ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, കാണുക. നമ്മൾ കയ്യിൽ പൈസ എടുത്തു വെച്ചതായിട്ട് കാണുക, നമ്മൾ അലമാരി നിറച്ച് പൈസ വെച്ചതായിട്ട് കാണുക, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നമ്മൾ ഇത്ര ഇട്ടുള്ളതായിട്ടുള്ള ചെക്ക്, നമ്മുടെ കയ്യിലുള്ള ചെക്ക് അല്ലെങ്കിൽ FD പേപ്പറൊക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഓരോരുത്തരും ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് FD ഇടാനാണ് താല്പര്യം, അതുകൊണ്ട് FDയുടെ സർട്ടിഫിക്കറ്റ് കാണുക, അതല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ളതായിരിക്കുന്ന ബാങ്കിൻ്റെ പാസ്ബുക്ക് കാണുക. ഇങ്ങനെ ഏത് വേണോ നിങ്ങൾക്ക്, അല്ല അലമാരിലാണ് വെക്കാൻ ആഗ്രഹം, യുവർ ചോയ്സ്, ഏത് വേണമെങ്കിലും ആവാം. പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അതുണ്ട് എന്ന് നമ്മൾ ഫീൽ ചെയ്യാൻ വേണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, മീൻസ് നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ പച്ചക്കറിക്കടയിൽ പോയിട്ട് ഒരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 25 രൂപയ്ക്ക് സാധനം പറയുമ്പോൾ അത് 20 രൂപ പോരെ എന്ന് പോയിട്ട് നമ്മൾ വില പേശാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ഓട്ടോമാറ്റിക്കലി അവരെന്താ പറയുക? പിശുക്കൻ അല്ലേ? അയ്യോ അയാൾ വന്നാൽ ശരിയാവില്ല, പിശുക്കനാണ് എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ കയ്യിൽ ധനമില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റുള്ളൊരാളുള്ളത് നിങ്ങളെക്കുറിച്ച് തോട്ടം എന്താ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ധനമില്ലാത്തവനാണ്. അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആവും, അത് ശാപമാവും. ശരിയാണ്. അതേസമയം പറഞ്ഞ 25 രൂപ പറഞ്ഞു പച്ചക്കറിക്കടയിലൊന്നും അങ്ങനെ ആരും
അത്രയ്ക്കൊന്നും വില കയറ്റി പറയാൻ പോകുന്നില്ല. ആ സാധാരണ കർഷകന്മാരുടെ ലോകത്തുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, വേണമെങ്കിൽ 50 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങി തിന്നും. പക്ഷെ ഒരു 30 രൂപ 1 കിലോ പച്ചക്കറിക്ക് പറഞ്ഞാൽ അത് കൂടുതൽ വിലയാന്ന് പറയാമോ. 30 രൂപയോ എന്ന് ചോദിക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു കർഷകൻ്റെ അധ്വാനത്തിനെ മനസ്സിലാക്കി നമ്മുടെ മറ്റുള്ളവരുടെ കർമ്മത്തിന് വാല്യൂ ചെയ്യാൻ പഠിച്ചാൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല ഇത് കൊടുക്കാനായിട്ട്. ഒരു ഓട്ടോറിക്ഷയിൽ വരികയാണെങ്കിൽ ഓട്ടോറിക്ഷ നിർത്തി കഴിയുമ്പോൾ 2 രൂപ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ ആ 2 രൂപ വാങ്ങരുത്. ആ 2 രൂപ വിട്ട് കൊടുക്കും അവർക്ക്. ആ 2 രൂപ കൊണ്ട് അവർക്ക് കൊടുത്ത ഹാപ്പിനെസ് കാരണം 2 രൂപ 20 രൂപയായിക്കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വരും, ഒരു സംശയവും. പക്ഷേ ആ 2 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 4 രൂപ പോവും. കാരണം അവരെ ശാപമാണ് നമ്മുടെ അടുത്ത് വരിക. ആ സമയം അതുകൊണ്ട് നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുന്നില്ല. അതേസമയം 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലെസ്സിങ് ആവുകയും ചെയ്യും. മറ്റേതെങ്കിലും വിധത്തിൽ അത് 20 രൂപയായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് ഈ കൊച്ചു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോവില്ല എന്ന് വിചാരിക്കരുത്. എസ്പെഷ്യലി പേഴ്സണലായിട്ട് നമുക്ക് വേണ്ടി ഒരു സർവീസ് ഒരാൾ തരുന്നെങ്കിൽ അയാൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുക. ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. കാരണം അതൊക്കെ ബ്ലെസ്സിങ്സ് ആവുകയും അവരുടെ സന്തോഷം അത് ഏത് സാധനം നിങ്ങൾ കൊടുത്തോ അതിനെ പല മടങ്ങാക്കി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ആശീർവാദം എന്ന് പറയുന്നതായിട്ടുള്ള വലിയൊരു നിധിയാണ്. ആ നിധി സമ്പാദിക്കാൻ നമ്മുടെ കൊച്ചു കർമ്മങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ആക്ഷൻ പ്ലാനിൽ ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ തോട്ട്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇല്ല എന്ന് പറയുന്നതിന് പകരം ഉണ്ട് എന്ന് പറയണം. അതെ, നമ്മുടെ ചിന്തകളിലും നമ്മൾ 100% പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. വാക്കുകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഈ ചിന്തയും കർമ്മത്തിനെ കുറിച്ച് വരുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ സ്ഥൂലതയുടെ വരുന്ന കാര്യമാണല്ലോ. കുറച്ചുകൂടെ നമ്മൾ ഓർത്തു പോകും, അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന്. പക്ഷെ തോട്ട്സും വേർഡ്സും ഉണ്ടല്ലോ, അതറിയാതെ ഒഴുകുന്ന 2 സാധനങ്ങളാണ്. ആ 2 സാധനങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ കെയർഫുൾ ആവണം. കാരണം ഞാൻ എപ്പോഴും കാണേണ്ടത് ഇതൊക്കെ കെയർഫുൾ ആവുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എൻ്റെ ആ ഒരു ഹയസ്റ്റ് ആയിരിക്കുന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം പലരും പറയാറുണ്ട്, ഞാൻ സിസ്റ്റർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ നിയമങ്ങളും പാലിച്ചു, എൻ്റെ ഡ്രീമൊക്കെ ഞാൻ സ്വന്താക്കി, പക്ഷേ അധികം വൈകാതെ എൻ്റെ അടുത്ത് പോവുകയും ചെയ്തല്ലോ, അതെന്താ അങ്ങനെയായിരിക്കുക? അത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അല്ല, അത് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ, സ്വന്താക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞല്ലോ, ബാക്കി അതുവരെ ചെയ്തിരുന്ന എല്ലാ കാര്യം അങ്ങോട്ട് കട്ട് ചെയ്തേക്ക്. ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ പൈസ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല വാക്കിൽ, കർമ്മത്തിൽ. ഇങ്ങനെ മൈന്യൂട്ടായിരിക്കുന്ന രീതിയിൽ അതിങ്ങനെ ചോർത്തി കളഞ്ഞുകൊണ്ടേയിരിക്കും. ആ എനർജി പോയി കഴിഞ്ഞാൽ സാധനം പോവും. എനർജി ഉണ്ടെങ്കിൽ കൂടെ നിൽക്കും. അതുകൊണ്ടല്ലേ പറയുന്നത് പൈസ എന്ന് പറയുന്ന സാധനം ചഞ്ചലയാണ്, അത് ഒഴുകുകയാണ് ചെയ്യാന്ന് പറയാൻ കാരണം. എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നു, കർമ്മം മാറുന്നു, വാക്ക് മാറും, റെസ്പെക്ട് മാറും, എല്ലാം മാറും, ഒഴുകി വേറെടുത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ലോകത്തിലെ എല്ലാ പൈസക്കാരെയും പൈസ സ്വരൂപിച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്താലും അവസാനം അത് അവരുടെ അടുത്തേക്ക് എത്തുന്ന പറയുന്ന രഹസ്യം ഇത് തന്നെയാണ്. തോട്ട്സ് ആണ്. ഇല്ലാത്തവൻ എപ്പോഴും എൻ്റെ ഇല്ല എന്ന് പറയുന്നു, ഉള്ളവൻ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക് അവരുടെ അടുത്തേക്ക് വരും, ഇവരുടെ അടുത്ത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ശരിക്കും ഇത് ഓരോരുത്തരുടെയും സിസ്റ്റർ പറഞ്ഞ മെന്റാലിറ്റി, അതായത് ഞാൻ ഒരു മിഡിൽ എന്ന് പറയുമ്പോൾ മെന്റാലിറ്റി ആണെങ്കിൽ എനിക്ക് മിഡിലായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിത രീതി അതായിരിക്കും. ഞാൻ സമ്പന്നനാണെന്ന് വിചാരിക്കുമ്പോൾ ആ ലെവലിൽ, ഞാൻ ലോ ലെവലാണെന്ന് വിചാരിച്ചാൽ ഞാൻ ആ ലെവലിൽ. ഏത് ആണോ നമ്മുടെ ചിന്ത അതാണ് ഞാൻ. അതിന്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്തായാലും സംഭവിച്ചിരിക്കും, അതാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി പക്ഷെ ഒരു മനുഷ്യനാവാൻ നമ്മൾ പഠിക്കണം ആദ്യം. മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ അല്ലേ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം പോസിറ്റീവ് ആകുന്നവർക്ക് മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈസി ആവുക. നെഗറ്റീവായി ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വളരെ സാധ്യത കുറഞ്ഞൊരു കാര്യമാണ്, നെഗറ്റീവായിട്ട് നടക്കും. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഹാപ്പനിങ്. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഹാപ്പിനെസ് ഓർ അൺഹാപ്പിനെസ്, എന്ത് ഞാൻ അട്രാക്ട് ചെയ്യുന്നു അതെൻ്റെ അടുത്തേക്ക് വരുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴതായിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ റീപ്രോഗ്രാം ചെയ്യാനും നമുക്ക് പറ്റും. അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. എന്തായാലും നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ സീരീസ് ഇവിടെ കഴിയുന്നില്ല എന്നൊരു കേട്ടതിൽ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അതിനുവേണ്ടി ആഴത്തിൽ ചിന്തിക്കുന്നു, അത് നടക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത്രയും പ്രോസസ്സ് ഉണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തവരാണ് അതിൽ വിജയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ മനഃപൂർവ്വം ഇത് കണ്ട് മനസ്സിലാക്കി ചെയ്താൽ, വിജയിച്ചവർ ചെയ്ത പാതയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സിസ്റ്റർക്ക് ഒരുപാട് നന്ദി. ഓം ശാന്തി. മനസ്സിൻ്റെ ശക്തി ആകർഷണ ശക്തിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ, അതും വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
ഒരുപക്ഷെ നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയാണ് ഈ പ്രോഗ്രാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.